ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. തൊഴിലില്ലായ്മയും കാർഷിക പ്രതിസന്ധിയുമാണ് പ്രധാന വിഷയം. ഇത് പരിഹരിക്കുന്നതിന് ഊന്നൽ നൽകിയുള്ളതാണ് പ്രകടന പത്രിക. സ്ത്രീ സുരക്ഷയും രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നമാണെന്നും പ്രകടന പത്രിക പറയുന്നു. സമ്പത്തും ക്ഷേമവും മുദ്രാവാക്യമാക്കിയാണ് കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് പത്രിക പുറത്തിറക്കിയത്. മുൻ ധനമന്ത്രി P. ചിദംബരത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം 6 മാസമെടുത്താണ് പത്രിക തയ്യാറാക്കിയത്. ജനപ്രിയ വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് 72,000 രൂപ വാർഷിക വരുമാനം ഉറപ്പുവരുത്തുമെന്നതാണ് പ്രധാന വാഗ്ദാനം. ഇത് രാഹുൽ ഗാന്ധി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഗ്രാമങ്ങളിലെ 10 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നൽകും. ഇത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനാലാണ്. നിലവിലുള്ള കാർഷിക കടം എഴുതിത്തള്ളുകയും ചെയ്യും. കൂടാതെ ഇപ്പോൾ കാർഷിക കടം തിരിച്ചടിക്കാത്തവർക്കെതിരെ ക്രിമിനൽ കുറ്റമാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് അവസാനിപ്പിക്കും. പകരം സിവിൽ കേസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പത്രികയിൽ പറയുന്നു. ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങൾ പ്രചാരണ മുഖ്യധാരയിൽ തിരിച്ചെത്തിക്കും. തൊഴിലില്ലായ്മ, കർഷക ദുരന്തം, സ്ത്രീ സുരക്ഷ എന്നിവ മുഖ്യ പ്രശ്നങ്ങൾ. ഉൽപാദനക്ഷമതയും പുരോഗതിയും ഒരുപോലെ വർദ്ധിക്കും. ദരിദ്രർക്ക് പ്രതിവർഷം 72,000 രൂപ നൽകുന്ന ന്യായ് പദ്ധതിക്ക് മുൻഗണന നൽകും. 2020 മാർച്ചിനകം കേന്ദ്ര സർക്കാരിലെ ഒഴിവുകൾ നികത്തും. ഗ്രാമപഞ്ചായത്തുകളിലെ ഒഴിവുകൾ നികത്തി 10 ലക്ഷം പേർക്ക് തൊഴിൽ നൽകും. തൊഴിലുറപ്പ് പദ്ധതിയിൽ 150 ദിവസം തൊഴിൽ ഉറപ്പാക്കും. എന്നിവയാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, Big 14.